നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. ശശിധരൻ തനിക്ക് എതിരാളിയല്ലെന്നും ഭാരതീപുരം. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ കുട്ടികളെ അവഗണിക്കുന്നതായി NSS. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 പൊതി കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം ഇടത്തറ സ്വദേശി അറസ്റ്റിൽ. തെന്മല പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ കെ ശശിധരന്റെ പരിഹാസവും ആരോപണങ്ങളും തള്ളിക്കളയുന്നുവെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. സമന്മാരോടെ താൻ മത്സരിക്കുമെന്ന് ഭാരതീപുരം ശശി ലൈവ് വാർത്തയോട് പ്രതികരിച്ചു. ഭാരതീപുരം ശശി കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്കല്ലെന്നും വികലാംഗ പ്രാതിനിധ്യത്തിന് കെപിസിസി നൽകിയ പ്രാധാന്യമാണ് അദ്ദേഹത്തെ നേതാവാക്കിയതെന്നുമായിരുന്നു കെ ശശിധരൻ അഭിപ്രായപ്പെട്ടത്. തെന്മലയിൽ പോലീസ് സ്റ്റേഷന്റെ സ്ഥലമാറ്റം സംബന്ധിച്ച വിവാദത്തിൽ UDF മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് കെ ശശിധരൻ ഭാരതീപുരം ശശിക്കെതിരെ ആഞ്ഞടിച്ചത്. കെപിസിസിയുടെ വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഈ പാർട്ടിയിലെ കോൺഗ്രസിന്റെ അവസാന വാക്കൊന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ വലിയ പാർട്ടിയിലെ ഒരു ചെറിയ ഗ്രൂപ്പിന്റെ വലിയ നേതാവ് ആയിരുന്നു അദ്ദേഹം. ഒരു മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ എല്ലാവരെയും പ്രാതിനിധ്യം നമ്മൾ ഉറപ്പാക്കാൻ നോക്കും. ഹിന്ദു നായർ വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തും, ഈഴവ വിഭാഗത്തിലുള്ളവരെ ഉൾപ്പെടുത്തും, ക്രിസ്ത്യൻ വിഭാഗത്തിലാണെങ്കിൽ എല്ലാവരെയും, റോമൻ കത്തോലിക്കക്കാര്, മലങ്കര കത്തോലിക്കക്കാര്, യാത്രോളക്കാര് എല്ലാവരെയും പ്രാതിനിധ്യം നോക്കും. പട്ടികജാതി വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, ഹിന്ദു നാടാർ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം നോക്കും, പട്ടിക വർഗക്കാരന്റെ പ്രാതിനിധ്യം നോക്കും, വികലാംഗർക്കും പ്രാതിനിധ്യം കൊടുക്കും. അവശത അനുഭവിക്കുന്നവരുടെ എന്നും താല്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ റിസർവേഷൻ കോട്ടയിൽ ഒരുപാട് കെപിസിസി ഭാരവാഹിയായിട്ടുണ്ട്. അങ്ങനെ റിസർവേഷൻ കോട്ടയിൽ കെപിസിസിയുടെ ഭാരവാഹിയായിട്ട് വന്ന ഭാരതീപുരം ശശി ഈ പാർട്ടിയുടെ അവസാന വാക്കൊന്നുമല്ല. കെ ശശിധരന്റെ ഈ അഭിപ്രായം താൻ പരിഗണിക്കുന്നില്ലെന്ന് ഭാരതീപുരം ശശി പറഞ്ഞു. സമന്മാരോടാണ് മത്സരിക്കേണ്ടത്. താൻ വികലാംഗനാണെന്ന് അറിയാത്തവരെ കൂടി അറിയിച്ചത് നല്ല കാര്യമെന്നും ഭാരതീപുരം പറഞ്ഞു. ഫോണിലൂടെയായിരുന്നു ഭാരതീപുരത്തിന്റെ പ്രതികരണം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാന് സമന്മാരോട് മാത്രമേ പൊരുതാറുള്ളൂ, സമന്മാരുടെ മറുപടി പറയാനുള്ളൂ. അതൊക്കെ പുള്ളി തെളിയിക്കട്ടെ, പുള്ളി ആരോപണങ്ങൾ പറയട്ടെ. ഐ ഡോണ്ട് വാണ്ട് ടു കോമ്പീറ്റ് വിത്ത് സച്ച് എ ഫെലോ. അയാളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഞാൻ വികലാംഗനാണെന്നുള്ള ഈ രാജ്യത്തുള്ളവർക്കെല്ലാം അറിയാം. അതിപ്പോ അയാളെ പറഞ്ഞറിയിക്കണ്ടല്ലോ. എവരിബഡി നോസ് ദാറ്റ് ഐ ആം എ ഹാൻഡികാപ്ഡ് പേഴ്സൺ. ആരെങ്കിലും അറിഞ്ഞുകൂടെങ്കിലേ അവരെ അറിയിക്കാനായിട്ട് പുള്ളി ഒരു നല്ല കാര്യമാണ് ചെയ്തത്. അതൊക്കെ പുള്ളി അറിയിച്ചതാണ് നിങ്ങളുടെ മീഡിയയിൽ കൂടെ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 22-ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി പുനലൂരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷാനവാസ് ഖാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 1/7/2014 മുതൽ ഒരു ശമ്പളം ഡ്യൂ ആയി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയിൽ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരോട് അധ്യാപകരോട് ഒരു പ്രഖ്യാപനം നടത്തി ശരവേഗത്തിൽ ഇതാ ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച 6 മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 6 മാസം കഴിഞ്ഞിട്ട് അവർക്ക് ഓഫീസ് അനുവദിക്കാൻ പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ ഭരണകൂടത്തിനോ സാധിച്ചില്ല. പിന്നീട് 6 മാസം കൂടി നീട്ടിക്കൊടുത്തു. ഈ ഡിസംബർ 4 ആയപ്പോഴത്തേക്കും 1 വർഷം പൂർത്തിയാക്കി. എന്നാണ് നമ്മൾ വഞ്ചനാ ദിനം ആചരിച്ചത്. 2014 ജൂലൈ 1 മുതൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, 5 വർഷ തത്വം ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിച്ചവരെയും നിർവചിക്കപ്പെട്ട പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലോചിതമായി പുനഃക്രമീകരിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി 22-ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നത്. പുനലൂർ
പുനലൂർ താലൂക്ക് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കൺവെൻഷനിൽ ആക്ഷൻ കൌൺസിൽ കൺവീനർ സഫീർ അധ്യക്ഷത വഹിച്ചു. AKSTU അംഗം ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുശീല, ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ഉദയൻ, KSTA പുനലൂർ സബ് ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK അശോകൻ, താലൂക്ക് സമരസമിതി കൺവീനർ സന്തോഷ് ജി നാഥ് എന്നിവർ ഭാവി പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിനോദസഞ്ചാര മേഖലയായ തെന്മല ലുക്കൌട്ടിന് സമീപം വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. പ്രദേശത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടും നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. ലുക്കൌട്ട് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളും സമീപത്തെ വ്യാപാരികളും വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കുന്നുകൂടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മാലിന്യങ്ങൾ KAPയുടെ വലതുകര കനാലിലാണ് പതിക്കുന്നത്. ലുക്കൌട്ടിലെ വാച്ച് ടവറിന് സമീപം താഴ്ചയിൽ മാലിന്യം കുന്നുകൂടിയിട്ടും മാലിന്യം നീക്കം ചെയ്യുന്നതിനോ ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഏറെയും. മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി ലുക്കൌട്ടിന് സമീപം തെന്മല ഗ്രാമപഞ്ചായത്ത് ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യാറില്ല. കനാലിലേക്ക് മാലിന്യം വീഴുന്നത് KAP അധികൃതരെ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഇക്കോ ടൂറിസം കേന്ദ്രം കൂടിയ തെന്മലയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വതമായ നടപടി സ്വീകരിക്കാൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ കുട്ടികളോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ. വയലാർ ശ്രീ ശങ്കരവിലാസം NSS കരയോഗത്തിന്റെ ശതാബ്ദി സ്മാരക കരയോഗ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏത് സമുദായത്തിലെ ആയാലും ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കരുത്. കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റിനും ഇന്നത്തെ ഗവൺമെന്റിനും പോലും വിദ്യാഭ്യാസ മേഖല സ്വന്തമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരല്ല. ആരുടെയും കുറ്റമല്ല, അങ്ങനെയാണത്. അത്ര ബൃഹത്തായ ഭാരിച്ച ഒരു ചുമതലയാണത്. അത് സ്വയം നായർ സർവീസ് സൊസൈറ്റി ഏറ്റെടുത്തു, ക്രൈസ്തവ സമുദായം ഏറ്റെടുത്തതുപോലെ. അങ്ങ് ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിന് സ്വന്തം വൈഷമ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, ഈ താഴേക്ക് പോകുന്ന ഈ സമുദായത്തിനെ കൈപിടിച്ചുയർത്തുന്നത് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലേ സാധിക്കുകയുള്ളൂ എന്ന് ക്രാന്തദർശിയായ പത്മനാഭൻ നേരത്തെ കണ്ടിരുന്നത് കൊണ്ടാണ് സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചത്. വിദ്യാഭ്യാസ മേഖല സ്വന്തമായി നടത്താൻ കഴിയാത്തവരാണ് മാറി മാറി വരുന്ന സർക്കാരുകളെന്നും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം വിദ്യാഭ്യാസ മേഖല തകർക്കുകയാണെന്നും നരേന്ദ്രനാഥൻ നായർ കുറ്റപ്പെടുത്തി. NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ചിതറ S രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി. കരയോഗം പ്രസിഡന്റ് KG വിജയകുമാർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി R സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. S വിജയകുമാരൻ പിള്ള, HR കോർഡിനേറ്റർ N രാധാകൃഷ്ണപിള്ള, താലൂക്ക് യൂണിയൻ സെക്രട്ടറി C ജയപ്രകാശ്, K സഹജമ്മ, അഡ്വക്കേറ്റ് വയലാ ശശി, R ജയശ്രീ, TK അശോക് കുമാർ, M സദാശിവക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കലഞ്ഞൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 38ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും ഹിന്ദുമത മഹാസമ്മേളനത്തിനും തുടക്കമായി. ഉദ്ഘാടന സമ്മേളനത്തിനെത്തിയ വിശിഷ്ട വ്യക്തികൾക്ക് ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. മഹാദേവ സേവാ സംഘം പ്രസിഡന്റ് രാമരു വാസുദേവൻ പോറ്റിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ് ശിവസ്വരൂപാനന്ദ സ്വാമികൾ സപ്താഹയജ്ഞവും ഹിന്ദുമത സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. സഭ്യമായ മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ജീവിതക്രമം സമ്പൂർണമായും മനുഷ്യനെ അധപതനത്തിലേക്ക് തള്ളിവിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധനർക്കായി കലഞ്ഞൂർ സേവാ സംഘം ഏർപ്പെടുത്തിയ ചികിത്സാ ധനസഹായം ചലച്ചിത്ര താരം ശരത് ദാസ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ ജനുവരി 3-ന് നബിദിനാഘോഷം സംഘടിപ്പിക്കുന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സമ്മേളനം കടയ്ക്കൽ അബ്ദുൾ അസീസ് മൌലവി ഉദ്ഘാടനം ചെയ്യും. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്.
കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ലജ്നത്തുൽ മുഅല്ലിമീൻ, യുവജന ഫെഡറേഷൻ, മന്നാനീസ് അസോസിയേഷൻ, സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എന്നീ താലൂക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജനുവരി 3-ന് പുനലൂരിൽ നബിദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. നബിദിന റാലി, സൌഹാർദ്ദ സമ്മേളനം, അവാർഡ് ഫെസ്റ്റ്, ഉപഹാര സമർപ്പണം എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് സമ്മേളന വേദി സജ്ജമാക്കുന്നത്. പ്രമുഖ മതപണ്ഡിതന്മാർ, ജനപ്രതിനിധികൾ, സമുദായ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. പുനലൂർ NMAH ജമാഅത്ത് മസ്ജിദ് കോമ്പൌണ്ടിൽ നിന്നും വാളക്കോട് മുസ്ലിം ജമാഅത്ത് ഇമാം മുഹമ്മദ് ഹസൻ അൽകാസിമി നബിദിന റാലി ഉദ്ഘാടനം ചെയ്യും. നബിദിന റാലി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അൽഹാജ് കടയ്ക്കൽ അബ്ദുൾ അസീസ് മൌലവി ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം അധ്യക്ഷത വഹിക്കും. എറണാകുളം പടവുകൾ മുസ്ലിം ജമാഅത്ത് ഇമാം VH അലിയാർ മൌലവി മുഖ്യപ്രഭാഷണം നടത്തും. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ലജ്നത്തുൽ മുഅല്ലിമീൻ യുവജന ഫെഡറേഷൻ, മന്നാനീസ് അസോസിയേഷൻ, സ്റ്റുഡൻസ് ഫെഡറേഷൻ താലൂക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടുകൂടി ഈ വർഷവും നബിദിനാഘോഷം നടത്തപ്പെടുന്നു. നബിദിന റാലിയും സൗഹാർദ്ദ സമ്മേളനവും അവാർഡ് ഫെസ്റ്റ്, ഉപഹാര സമർപ്പണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇതിനോടനുബന്ധമായി നടത്തപ്പെടുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഏരൂർ ഷംസുദ്ദീൻ മദനി, ജനറൽ കൺവീനർ AA ബഷീർ, താലൂക്ക് പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം, ജനറൽ സെക്രട്ടറി KA റഷീദ്, ട്രഷറർ ഇടമൺ TJ സലീം, ചീഫ് കോർഡിനേറ്റർ തടിക്കാട് ഷിഹാബുദ്ദീൻ മദനി, H സലീം രാജ്, വാളക്കോട് റഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 പൊതി കഞ്ചാവ് പത്തനാപുരം പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഇടത്തറ സ്വദേശി ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനാപുരം ഇടത്തറ ഈട്ടിവിളയിൽ ഷിഹാബുദ്ദീനാണ് പോലീസിന്റെ പിടിയിലായത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് പൊതികളിലാക്കി ചെറുകിട കച്ചവടക്കാർക്ക് എത്തിക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത്. ഇയാൾക്ക് അന്തർ സംസ്ഥാന കഞ്ചാവ് ലോബിയുമായി ബന്ധമുള്ളതായി സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. റൂറൽ SP S സുരേന്ദ്രൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനാപുരം SI BK സുനിൽകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഷിഹാബുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഷിഹാബുദ്ദീനെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നെഹ്റു യുവകേന്ദ്രയും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവത്തിന്റെ ഭാഗമായി പത്തനാപുരത്ത് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കല്ലുംകടവ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ RS ബൈജുകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ വടകോട് മോനച്ചൻ പതാക ഏറ്റുവാങ്ങി. പത്തനാപുരം സബ് ഇൻസ്പെക്ടർ BK സുനിൽകൃഷ്ണ, ASI വിജയൻ, സ്വാഗത സംഘം ഭാരവാഹികളായ MS പ്രദീപ് കുമാർ, പ്രദീപ് ഗുരുകുലം, മനോജ് സുമംഗലി, സജികുമാർ, JM ഷൈജു, ഷേഖ് പരീദ് എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെടുമ്പറമ്പ് ജംഗ്ഷനിലെത്തി പഞ്ചായത്ത് പടിക്കൽ സമാപിച്ചു. 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ കലാകാരന്മാരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഹരിശ്രീ രാധാകൃഷ്ണന്റെ 5ാമത് ചരമവാർഷിക അനുസ്മരണം ജനുവരി 1-ന് സംഘടിപ്പിക്കുന്നു. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി ഹരിശ്രീ മാസികയുടെ പ്രകാശനവും അവാർഡ് ദാനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4:30-ന് ചെമ്മന്തൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് അങ്കണത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാവ്യസായാജ്ഞം, ഹരിശ്രീ മാസികയുടെ പ്രകാശനം, അവാർഡ് വിതരണം എന്നീ പരിപാടികളും അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട്.
പുനലൂരിന്റെ സാംസ്കാരിക രംഗത്ത് ഹരിശ്രീ രാധാകൃഷ്ണനെ നഷ്ടമായിട്ട് 5 വർഷം പിന്നിടുന്നു. പുസ്തക പ്രസാധകൻ, രചയിതാവ്, പത്രപ്രവർത്തകൻ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു. പുനലൂരിലെ വ്യാപാര മേഖലയിലെ മികവുറ്റ സംഘാടകൻ കൂടിയായിരുന്നു രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി പുനലൂരിലെ സാംസ്കാരിക സംഘടനയായ കലയും പാലത്ര ഫാഷൻ ജുവലറിയും യുവ എഴുത്തുകാർക്കായി അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹരിശ്രീ രാധാകൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനമാണ് കലയും ഹരിശ്രീ കുറിച്ചും ചേർന്ന് സംഘടിപ്പിക്കുന്നത്. കാരണം പുനലൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന രാധാകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ ജനുവരി 1 5 വർഷം തികയുകയാണ്. ഈ യുവ എഴുത്തുകാരായിട്ടുള്ള കവിത എഴുത്തുകാർക്ക് പാലത്ര ഫാഷൻ ജുവലേഴ്സ് നൽകുന്ന അവാർഡാണ് ഈ അനുസ്മരണ ചടങ്ങിനോടൊപ്പം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മൺമറഞ്ഞുപോയ ശ്രീ ഹരിശ്രീ രാധാകൃഷ്ണന്റെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു മാസിക, പുനലൂർ ബേസ് ചെയ്ത് ഒരു മാസിക പ്രസിദ്ധീകരിക്കണം. അപ്പോൾ ആ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കുകയാണ് ഹരിശ്രീ ബുക്സ്. രാധാകൃഷ്ണന്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെ ഹരിശ്രീ മാസിക എന്ന പേരിൽ ഒരു മാസിക കൂടി പുറത്തിറക്കുകയാണ്. കഥയ്ക്കും കവിതയ്ക്കുമാണ് അവാർഡ് നൽകുന്നത്. ഇതിനായി രൂപീകരിച്ച പ്രത്യേക പാനൽ മികച്ച കഥാകാരനായി പ്രശാന്ത് ബാബു കൈതപ്രത്തെയും കവിയായി മനോജ് കുമാർ പ്രഭാകരനെയും തിരഞ്ഞെടുത്തു. ഇവർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. 40 വയസ്സിൽ താഴെ പ്രായമുള്ള യുവ എഴുത്തുകാർക്ക് വേണ്ടിയുള്ള കഥാമത്സരവും കവിതാ മത്സരവുമാണ് നടത്തിയത്. ഈ മത്സരത്തിൽ കവിതാ വിഭാഗത്തിൽ 92 പേരാണ് പങ്കെടുത്തത്. 92 പേര് പങ്കെടുത്തതിൽ 3 ഘട്ടങ്ങളിലായി പ്രശസ്ത കവി ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള ജൂറി ഒരാളെ തിരഞ്ഞെടുത്തു. പിന്നെ ചേർത്തലയിലുള്ള മനോജ് കുമാർ പ്രഭാകരനാണ്. അദ്ദേഹത്തിൻ്റെ നീള ഒരു പെൺകുഴയാണ് എന്ന കവിതയാണ് അവാർഡിനായിട്ട് സെലക്ട് ചെയ്തത്. കഥാമത്സരത്തിന് 58 എൻട്രികളാണ് വന്നത്. അതിലെ പുനലൂർ സ്വദേശിയും യുവ എഴുത്തുകാരിയുമായ വൃന്ദ ചെയർമാനായിട്ടുള്ള ജൂറി കണ്ണൂർ ജില്ലയിലെ മാതമംഗല സ്വദേശിയായ പ്രശാന്ത് ബാബു കൈതപ്രത്തിന്റെ വധശിക്ഷ എന്ന കഥയാണ് സെലക്ട് ചെയ്തത്. അനുസ്മരണ സമ്മേളനം KN ബാലഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഹരിശ്രീ മാസിക പ്രകാശനം പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു നിർവഹിക്കും. ആദ്യ പ്രതി ഉന്മ പബ്ലിക്കേഷൻ പ്രതിനിധി നൂറനാട് മോഹൻ ഏറ്റുവാങ്ങും. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കലാ സെക്രട്ടറി CR അരുൺകുമാർ, ഹരിശ്രീ മാസിക ചീഫ് എഡിറ്റർ R ഹരികൃഷ്ണൻ, എഡിറ്റർ പ്രമോദ് GM, കലാ ട്രഷറർ ജയരാജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ദേശീയപാതയിൽ ടാറിംഗ് നടത്താത്തതിനെതിരെ BJP നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പൊടിയടിച്ച് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർ, അതോടൊപ്പം തന്നെ വഴിയാത്രക്കാർ, ഈ വഴിയാത്രക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ, അവർ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ, അത് പരിഹരിക്കുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകണം. എന്നിട്ട് ഇവിടുത്തെ ഈ ഹൈവേ അധികാരികൾക്ക് ഈ റോഡൊന്ന് ടാർ ചെയ്യാൻ, ഒന്ന് ഈ പൊടിപടലത്തിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പരിസര പ്രദേശവാസികളെ ഒന്ന് രക്ഷിക്കുവാൻ ഇവിടുത്തെ ഹൈവേ അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് മുന്നോട്ടു പോകുമെന്നാണ്. 2 മാസം മുൻപാണ് ആര്യങ്കാവിലെ റെയിൽവേ മേൽപ്പാലം പുതുക്കി നിർമ്മിച്ചത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിച്ചപ്പോൾ സമീപമുള്ള ദേശീയപാതയുടെ 200 മീറ്ററോളം ഭാഗവും ഉയരം കൂട്ടി പുനർനിർമ്മിച്ചിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് ടാറിംഗ് നടത്തിയിരുന്നില്ല. മറിച്ച് മെറ്റലും പാറപ്പൊടിയും ഉപയോഗിച്ച് ഇടിച്ചുറപ്പിക്കുകയാണ് ചെയ്തത്. ദേശീയപാത യാത്രയ്ക്കായി തുറന്നു നൽകിയപ്പോൾ തന്നെ പ്രദേശവാസികളും മറ്റും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ റോഡിൽ നിന്നും പാറപ്പൊടി പറന്നുയരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. BJP ആര്യങ്കാവ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് KA പ്രദീപ് അധ്യക്ഷനായി. 10 ദിവസത്തിനകം ഈ സ്ഥലം ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ദേശീയപാത ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി BJP മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. S സോമൻ, G മണികണ്ഠൻ, അരുൺ വാവച്ചൻ, ശരൺജിത്ത്, S ശരൺ, K മഹേഷ്, വസുന്ധരൻ, VS വിഷ്ണു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.
വ്യത്യസ്ത ക്രിസ്മസ് ആഘോഷത്തിലൂടെ മാതൃകയാവുകയാണ് കാര്യറ ആൽനൂർ പബ്ലിക് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും. വാളക്കോട് ആശാഭവനിലെ അന്തേവാസികൾക്ക് പഠനോപകരണങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്താണ് ആൽനൂർ പബ്ലിക് സ്കൂൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കാര്യറ അൽനൂർ പബ്ലിക് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും വാളക്കോട് ആശാഭവനിലെത്തിയത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി വിദ്യാർത്ഥികൾ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ പഠനോപകരണങ്ങളും സമ്മാനങ്ങളും ആശാഭവനിലെ അന്തേവാസികൾക്ക് കൈമാറി. മാനസിക വൈകല്യമുള്ള 65-ൽ പരം വിദ്യാർത്ഥികളാണ് ആശാഭവനിൽ അന്തേവാസികളായിട്ടുള്ളത്. സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ യു നൂർനിസ ബീഗം, വൈസ് പ്രിൻസിപ്പൽ ജെറീന ജോൺ, PTA പ്രസിഡന്റ് സിദ്ദിഖ് കാര്യറ, അധ്യാപകരായ ഹസീന ബീവി, സ്റ്റാഫ് സെക്രട്ടറി ബിജുജി നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അൽനൂർ പബ്ലിക് സ്കൂളിലെ 70ഓളം വിദ്യാർത്ഥികൾ ആശാഭവനിലെത്തി പഠനോപകരണങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തത്. മുൻവർഷം വിളക്കുടി സ്നേഹതീരത്തിലെ അന്തേവാസികളോടൊപ്പമായിരുന്നു അൽനൂർ പബ്ലിക് സ്കൂളിന്റെ ക്രിസ്മസ് ആഘോഷം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതായി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി. ശശിധരൻ തനിക്ക് എതിരാളിയല്ലെന്നും ഭാരതീപുരം. വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ കുട്ടികളെ അവഗണിക്കുന്നതായി NSS. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്നും NSS പ്രസിഡന്റ് PN നരേന്ദ്രനാഥൻ നായർ. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 30 പൊതി കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം ഇടത്തറ സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.